നമ്മൾ ഇന്ന് കാണിക്കുന്നത് സി എഞ്ചിൻ റിസർവേഷനെ കുറിച്ചും പഴയ മോഡൽ വണ്ടി ഇതിനുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വർക്ക് എടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അത്യാവശ്യം ഒരു മെയിനായിട്ട് ടച്ച് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വണ്ടി സി എഞ്ചിൻ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, സി എഞ്ചിൻ്റെ എഞ്ചിൻ വർക്ക് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുമാതിരി പെയിൻറ്റിങ്ങിന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ സി എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 60-65 രൂപ ഒരു നോർമൽ കണ്ടീഷൻ 50 രൂപേൻ്റെ മുകളിൽ ചിലവടക്കാതെ ഒരിക്കലും സി എഞ്ചിൻ റീസ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള മനസ്സിലാക്കുക. പ്രോപ്പറായ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ 50-60 തന്നെയാണ് റേഞ്ച് വരുന്നത്. അപ്പോൾ ആ റീസ്റ്റോറേഷൻ പിന്നെ അതിൻ്റെ മുകളിലേക്ക് പോകും, 50-60 പിന്നെ വർക്ക് അനുസരിച്ച് മുകളിലേക്ക് പോകും. അപ്പം നമ്മൾ ഇത്രയും പൈസ മുടക്കി റീസ്റ്റോറേഷൻ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് വർക്ക് എടുക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് മെയിൻ ശ്രദ്ധിക്കാനുള്ളത്. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എഞ്ചിൻ്റെ വർക്കാണെങ്കിലും കൂടെ, പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണെങ്കിലും, റീസ്റ്റോറേഷൻ സെറ്റിങ്ങിൻ്റെ കാര്യങ്ങളാണെങ്കിലും കൂടെ കറക്റ്റായിട്ട് വർക്ക് എടുക്കുന്ന ആളെടുത്ത് എത്തിപ്പെട്ടാൽ തന്നെ നിങ്ങൾ ആ മുടക്കിയ പൈസയ്ക്ക് വാല്യൂ ഫോർ മണി വർഷങ്ങൾ നിലനിൽക്കുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ. അല്ലാതെ നമ്മൾ വലിയൊരു വണ്ടി എടുത്ത് സി എഞ്ചിൻ വണ്ടി എടുത്തു ഏതെങ്കിലും വർക്ക്ഷോപ്പ് കൊണ്ട് കയറ്റി എടുക്കുന്ന ആൾ, നല്ല വൃത്തിയിലെടുക്കുന്ന ആൾ ഒരുപാട് ആളുകളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഏതെങ്കിലും വർക്ക്ഷോപ്പ് കൊണ്ട് കയറ്റി ഇത്രയും പൈസ മുടക്കിയിട്ട് വർക്ക് എടുത്തിട്ട് 5 മാസം അല്ല 6 മാസം കഴിയുമ്പോഴേക്ക് ആ വണ്ടീൻ്റെ പിന്നെ പെയിൻറ്റിങ്ങും പോയി, പ്ലേറ്റിങ്ങും പോയി, എല്ലാ സാധനം മങ്ങി രണ്ടാമത് വീണ്ടും പൈസ മുടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയാൽ വണ്ടി തന്നെ മടുക്കുന്ന അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് ലോങ് ടൈം പാർക്ക് ചെയ്യുന്ന സി എഞ്ചിൻ വണ്ടി എടുക്കുന്ന ലോങ് ടൈം പാർക്ക് ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട മെയിൻ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരിക്കലും പഴയ ഓടിയ എഞ്ചിൻ ഓയിൽ വെച്ചിട്ട് ഒരു കാരണവശാലും നിങ്ങൾ എഞ്ചിൻ പാർക്ക് ചെയ്തിട്ട് പോകരുത്. കാരണം ആ ഒരു എഞ്ചിൻ ഓയിലിൻ്റെ സ്ലെഡ്ജ് അടിയിൽ അടിഞ്ഞു കൂടും. കുറച്ച് നിർത്തിയിരുന്ന പാർക്ക് ചെയ്യുന്നതനുസരിച്ച് അത് അടിഞ്ഞ് ഗ്രീസി രൂപത്തിലാവും. ആ രൂപത്തിലാണ് സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അടിൻ്റെ ഏറ്റവും ഓയിൽ സമ്പിൻ്റെ ഏറ്റവും താഴെ, ക്രാങ്ക് കേസിൻ്റെ ഏറ്റവും താഴെയാണ് ഈ ഓയിൽ പമ്പിൻ്റെ ഏറ്റവും താഴെയും ക്രാങ്ക് കേസിൻ്റെ ഏറ്റവും താഴെയാണ് ഓയിൽ തിരിച്ച് വലിക്കുന്ന ഹോള് കിടക്കുന്നത്. അപ്പോൾ തിരിച്ച് വലിക്കുന്ന പമ്പ് ഓയിൽ തിരിച്ചെടുക്കുന്ന ഹോള് കിടക്കുന്ന ഭാഗത്ത് ഓയിൽ ഗ്രീസി രൂപത്തിലായി കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിരിച്ച് വലിക്കില്ല, ക്രാങ്ക് കേസിൽ ഓയിൽ പോയി നിറയും. അന്നറിയാൻ സമയത്ത് വേണ്ട ഇതിൽ മുകളിലേക്ക് ഓയിൽ വരില്ല, ബ്രീത്തറിലൂടെ ഓയിൽ അടിച്ച് പുറത്തേക്ക് വരും. അപ്പോൾ സാധാരണഗതിയിൽ ചെറിയ വിഷയങ്ങളൊക്കെയാണ് സ്റ്റാർട്ടിങ് കുറച്ച് നേരം മാത്രമേ പിന്നെ ആ ഒരു ബ്രീത്തറിലൂടെ ഓയിൽ പുറത്തേക്ക് വരുള്ളൂ. പിന്നെ കഴിഞ്ഞാൽ ചൂടായി കഴിഞ്ഞാൽ ചില സമയത്ത് പോകാറുണ്ട്. അത് പോകുന്നില്ല എങ്കിൽ തീർച്ചയായും ക്രാങ്ക് കേസിൽ ഓയിൽ സ്ലഡ്ജ് അടിഞ്ഞ് കൂടിയിട്ടുണ്ട്, അത് വല്ലാതെ ഉറച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാവുണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം വണ്ടി ഓടുക. അതല്ലെങ്കിൽ റോക്കർ സിലിണ്ടർ വോളൊക്കെ കംപ്ലയിൻറ്റ് വരും കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത് ലോങ് ടൈം പാർക്കിങ്ങിൻ്റെ ആ ഒരു ഓയിലിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പിസ്റ്റൺ സിലിണ്ടറിൻ്റെ വോള് തുരുമ്പ് പിടിക്കാനുള്ള കോമൺ ആയി കണ്ടുവരുന്ന കംപ്ലയിൻ്റാണ്. പുക വല്ലാതെ സ്മോക്ക് വരും. പിന്നെ നമ്മൾ വണ്ടി വർക്ക് ചെയ്യുന്നതനുസരിച്ച് ആ തുരുമ്പിൻ്റെ ഇടയിലേക്ക് ഒരു ഓയിൽ മുകളിലേക്ക് കമ്പഷൻ ചേമ്പറിലേക്ക് ഓയിൽ മുകളിലേക്ക് കയറും. അതേമാതിരി നല്ല സ്മോക്ക് പുറത്തേക്ക് അടിക്കും. ചിലപ്പോൾ ഓയിലിൻ്റെ പുറത്തേക്ക് ഹെഡിലൂടെയും സൈലൻസിലൂടെ പുറത്തേക്ക് വരും. അപ്പോൾ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പ്ലഗ് അയച്ചതിന് ശേഷം, പ്ലഗ് അയച്ചിട്ട് 30-40-50 ml ഓയിൽ അതിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കിക്ക് ചെയ്തിട്ട് വണ്ടി നിർത്തിയിടുക. അപ്പോൾ സിലിണ്ടർ വാൾ കംപ്ലീറ്റ് ഓയിലായി കഴിഞ്ഞാൽ മുകളിലേക്ക് തുരുമ്പിടിക്കുന്ന തടയാനും ആ സിലിണ്ടർ വാൾ വീണ്ടും റീപ്ലേസ് ചെയ്ത എഞ്ചിൻ്റെ വർക്ക് രണ്ടാമത് പാർക്ക് ചെയ്ത് നമുക്ക് വണ്ടി റണ്ണിങ്ങിലാക്കുന്ന സമയത്ത് എഞ്ചിൻ വർക്ക് എടുക്കാതെ വണ്ടി കൊണ്ടെടുക്കാൻ പറ്റും. അതാണ് മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ രണ്ടാമത് എഞ്ചിൻ വർക്ക് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. എഞ്ചിൻ വർക്ക് എടുക്കുന്ന സമയത്ത് ഏറ്റവും ടാസ്ക്, ഏറ്റവും വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കിൻ്റെ കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു എഞ്ചിൻ വർക്ക് എടുത്ത് ഞാൻ ആ വർക്കിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം അത് മെക്കാനിക്കിൻ്റെ നിലയില്ല. ഇപ്പോൾ ഞാനാണ് മെക്കാനിക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടീൻ്റെ മുകളിൽ എന്ത് തന്നെ വർക്ക് എടുത്താലും എന്നെയാണ് ഈ വണ്ടി ഇപ്പോൾ കസ്റ്റമർ ഏൽപ്പിക്കുന്നത്. എന്നെ കസ്റ്റമർ ഏൽപ്പിക്കുക, എൻ്റെ വിശ്വാസത്തിൽ കസ്റ്റമർ വണ്ടി ഏൽപ്പിക്കുക. വണ്ടിക്ക് എന്ത് തന്നെ കംപ്ലയിൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആരെടുത്ത് എന്ത് കംപ്ലയിൻറ്റ് ആയിക്കാലും ഞാനാണ് പൈ കേൾക്കേണ്ടി വരിക. അതേമാതിരി ഏത് മെക്കാനിക്കാണ് വണ്ടി ഏറ്റെടുക്കുന്ന ആ മെക്കാനിക്ക് വണ്ടി പൈ കേൾക്കേണ്ടി വരിക. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ വർക്കിൻ്റെ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പം പഴയ പ്രോപ്പറായിട്ട് വർക്ക് എടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ അത് ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു കൈപ്പുണ്യം നിലനിർത്തുന്ന ആൾക്കാർ വളരെ കുറവാണ് ഇപ്പം ഈ ഒരു ഫീൽഡിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് വർക്ക് എടുക്കുന്ന ആൾ ശരിക്കും അന്വേഷിച്ചതിന് ശേഷം മാത്രം പ്രോപ്പറായിട്ട് എഞ്ചിൻ സ്ഥിരമായിട്ട് വർക്ക് എടുക്കുന്ന ആളുകൾക്ക് ബുള്ളറ്റ് എടുക്കുന്നിടത്ത് മാത്രം കൊടുക്കുക. ഒരു പുതിയ ഇൻഡസ്ട്രിയിൽ ഞാനും എടുക്കും ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബുള്ളറ്റ് പഴമുള്ള വണ്ടി എഞ്ചിൻ കൊണ്ട് കയറ്റാൻ നിൽക്കരുത്. അതിൻ്റെ ഫ്ലോട്ടിംഗ് ബുഷ് എന്ന സംഗതി വളരെയധികം പ്രധാനപ്പെട്ട സംഗതിയാണ്. ഫ്ലോട്ടിംഗ് ബുഷിൻ്റെ കണക്ടർ റോഡിൻ്റെ ബെയറിംഗ് ആണ് മുമ്പ് ബുഷാണ് ഉണ്ടാവുക. ആ ബുഷ് വളരെയധികം പ്രധാനമുള്ള സംഗതിയാണ്. അതായത് ആ ബുഷ് എന്ന് പറഞ്ഞാൽ ഓയിൽ ഫ്ലോ ചെയ്യാനുള്ള വലിയൊരു ധർമ്മയിൽ നടക്കുന്നുണ്ട്. അത് ബെയറിങ്ങിൻ്റെ വർക്കിങ്ങിൻ്റെ മാത്രമല്ല, ആ വർക്കിൻ്റെ കൂടെ തന്നെ ഓയിൽ കറക്റ്റ് രീതിയിൽ ക്രാങ്കിനും പിസ്റ്റൺ സിലിണ്ടർ ബോറിനും കറക്റ്റ് രീതിയിൽ ഓയിൽ ഫ്ലോ കൊടുക്കുക. പിന്നെ ആ ഓയിൽ ഫ്ലോ അതോടുകൂടി തന്നെ ക്രാങ്ക് കേസിൽ വരുന്ന ഓയിൽ തിരിച്ച് റോക്കറിലേക്ക് എത്തിക്കുക എന്നുള്ള ധർമ്മം കൂടി അതിലുണ്ട്. റോക്കറിലേക്ക് എത്തിക്കുന്ന ഓയിൽ പമ്പ് തിരിച്ച് വലിച്ചിട്ടാണ്. പക്ഷേ ഈ കറക്റ്റ് എഞ്ചിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലോട്ടിംഗ് ബുഷ് അടിച്ച് എഞ്ചിൻ സെറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ടൈറ്റോ അതല്ലെങ്കിൽ ആ ഒരു ഓയിൽ ഗ്രോയിങ്ങിന് എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ ഓയിൽ പമ്പിങ് ഉണ്ടാവില്ല. വേണ്ട രീതിയിൽ ഓയിൽ പമ്പിങ് ഉണ്ടാവില്ല മാത്രമല്ല ക്രാങ്ക് കേസിൽ ഓയിൽ പോവാത്തത് കൊണ്ട് തന്നെ രണ്ടാമത് മുകളിലേക്ക്
തിരിച്ച് പമ്പ് വലിക്കുമ്പോൾ വേണ്ടത്ര ഓയിൽ കിട്ടില്ല, റോക്കറിലേക്ക് ഓയിൽ എത്തില്ല, ഹെഡ് ഓവർ ഹീറ്റാവും. ഒരു 20-30 കിലോമീറ്ററാണ് സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ വണ്ടി കുറഞ്ഞ ഓയിൽ ഫ്ലോ ഒക്കെ ആണെങ്കിൽ വണ്ടി സീസായി ഇപ്പോൾ വണ്ടി നിന്നു പോകും, ജാമായി പിസ്റ്റൻ ജാമായി നിന്നു, വേണ്ടത്ര ഓയിൽ കിട്ടുന്നില്ലല്ലോ, ലൂബ്രിക്കേഷൻ കിട്ടുന്നില്ല. നമുക്ക് റോക്കറിന് സൗണ്ട് തുടങ്ങും. അപ്പോൾ ഒരുപാട് ആളുകൾ തന്നെ വിളിച്ച് ചോദിച്ച സംഗതിയാണ് ഈ ഒരു ക്രാങ്ക് സെറ്റിങ്ങിൻ്റെ അഭാവം കൊണ്ട്, അതായത് പോരായ്മ കൊണ്ട് മാത്രം സംഭവിക്കുന്നൊരു വിഷയമാണത്. പഴയ കാലത്ത് എഞ്ചിന് 2000 കിലോമീറ്റർ 3000 കിലോമീറ്റർ 2000 കിലോമീറ്ററൊക്കെ ഓടി പറഞ്ഞാൽ സെറ്റാവാനെന്ന് പറഞ്ഞിരുന്നു. അത് ഓക്കെ, അത് ഫ്രീ ഫ്ലോനാണ് സെറ്റാവുക എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാം, ഒഴുക്ക് തുടങ്ങാനാണ് ഒരു കിലോമീറ്റർ ഓടുന്നത്. ഒരിക്കലും ഓയിൽ പമ്പിങ്ങിനെ ബേസ് ചെയ്തിട്ടല്ല. ഓയിൽ പമ്പിങ് ഇല്ല എങ്കിൽ 2000 കിലോമീറ്റർ 100 കിലോമീറ്റർ കൊണ്ട് ഓടില്ല. അപ്പോൾ മെക്കാനിക്സ് അത് എന്ത് സംഭവിച്ചാലും ഈ ഒരു ഇൻഡസ്ട്രിയിലാരെ പോരായ്മ കൊണ്ട് പൈ കേൾക്കേണ്ടി വരിക എന്നെപ്പോലത്തെ മെക്കാനിക്സ് ആയിരിക്കാം. ആര് തന്നെയാലും മെക്കാനിക്സിനായി മുഴുവൻ കുറ്റം ഉണ്ടാകും. മെക്കാനിക്സിന് കുറ്റമല്ല അത് ഏത് മെക്കാനിക്സിൻ്റെ അടുത്ത് നിങ്ങൾ കൊടുക്കുകയാണ്, മെക്കാനിക്സ് പ്രോപ്പറായിട്ട് കറക്റ്റ് ടോർക്കിൽ ടൈറ്റ് ചെയ്തെടുക്കാമെന്ന് മാത്രമേ മെക്കാനിക്സിന് ധർമ്മമുള്ളൂ. ഏത് കാര്യത്തിലാണെങ്കിൽ കറക്റ്റായി ടൈറ്റ് ചെയ്തെടുക്കുക, അത് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. അത് ആ ക്രാങ്ക് സെറ്റിങ് കറക്റ്റ് അല്ല. അതേമാതിരി ക്യാമ്പിൽ ചില വണ്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരുപാട് കമൻറ്റ് എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഹമ്മിങ് വരുന്നതെന്നുള്ളത്. മിക്കവാറും വണ്ടിയിൽ ഹമ്മിങ് വരുന്നുണ്ട്. ക്യാമ്പിലെ കറക്റ്റ് സെറ്റിംഗ് അല്ലാത്തതുകൊണ്ടാണ്. കറക്റ്റ് സ്പിൻഡിൽ അടിക്കുന്ന കുറച്ച് ടൈറ്റായി പോകുമ്പോൾ ക്യാമ്പിൽ രണ്ടും ടൈറ്റ് വരും. ആ ടൈറ്റ് വരുമ്പോൾ വീണ്ടും ഈ വീല് കറങ്ങുന്ന മുളക്കം വരും, ഹമ്മിങ് വരുമ്പോൾ എന്താ സംഭവിക്കുക, വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര ഹമ്മിങ് ആയിരിക്കും. ഈ ഹമ്മിങ് എന്താ സംഭവിക്കുക, ആ ഭാഗത്തുള്ള ബുഷ്, ആ ഭാഗത്തുള്ള ബെയറിങ് ക്രമേണ വീക്കാൻ തുടങ്ങും. വർക്ക്ഷോപ്പിലെ ആളുകൾ എന്താ പറയുക ചോദിച്ചാൽ ഓടിക്കഴിഞ്ഞാൽ ഈ സൗണ്ട് ഓടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും സൗണ്ട് പോകില്ല, അടുത്ത 5 മണിയാവില്ല സൗണ്ട് പോകില്ല, അങ്ങനെയാണ് സ്വാഭാവികമായി കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്യാമ്പിൻ്റെ ടൈറ്റനിങ് നല്ലോണം ശ്രദ്ധിക്കുക, അമ്മാതിരി സിലിണ്ടർ ക്രാങ്ക് സെറ്റിങ് നല്ലോണം ശ്രദ്ധിക്കുക. ഈ 2 കാര്യങ്ങൾ ഞാൻ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്തും വണ്ടി എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മെറ്റൽ ടു മെറ്റൽ വർക്ക് പെയിൻറ്റിങ്ങിനോടത്ത് മാത്രങ്ങൾ പഴയമുള്ള സ്റ്റാൻഡേർഡ് ഏത് വണ്ടിയാണ് സ്റ്റാൻഡേർഡ് വണ്ടി പ്രത്യേകിച്ച് പെയിൻറ്റിങ്ങിന് കൊടുക്കുക. ഒരു 6 മാസം വരെ ഒരു വർഷത്തിന് വണ്ടി 50,000 60,000 70,000 മുടക്കുന്ന ആ പീരീഡിൽ വണ്ടി ഉപയോഗിക്കാനല്ല, അത് മനസ്സിലാക്കുക. വർഷങ്ങളോളം ഒരു പുതുമ നിവർത്തിക്കൊണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് പെയിൻറ്റിങ്ങിൻ്റെ പ്രിപ്പറേഷൻ ഒരു മെറ്റലാക്കിയതിന് ശേഷം അത് കറക്റ്റ് പ്രിപ്പറേഷനിലൂടെ അവസാനം ഫൈനൽ കോട്ടിങ് ക്ലിയർ കോട്ടിങ് വരെ പ്രോപ്പറായി തന്നെ ആ ഒരു പെയിൻറ്റിങ് നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ 6 മന്ത് അല്ല 1 ഇയർ, അത് കഴിഞ്ഞാൽ വണ്ടി മങ്ങാൻ തുടങ്ങും, അല്ലെങ്കിൽ പൊളിയാൻ തുടങ്ങും. അതാണ് പെയിൻറ്റിങ് സാധാരണ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ കട്ടിങ് പോളിഷ്, ചിലപ്പം പെയിൻറ്റിങ് കുറേ ആളുകൾ ചെയ്യുന്നുണ്ട്. 2000-ൻ്റെ പേപ്പർ ഇട്ട് റഫായി അടിച്ചിട്ട് 2000-ൻ്റെ പേപ്പർ ഇട്ട് ഫുള്ള് പോളിഷ് ചെയ്തെടുത്ത് മിഷൻ വെച്ച് പോളിഷ് തിളക്കിയെടുക്കുക എന്നുള്ളത് അത് നിലനിൽക്കില്ല. കാരണം നമ്മൾ ക്ലിയറിൻ്റെ യഥാർത്ഥ ഗ്ലോസ് പേപ്പർ ഇട്ട് കളഞ്ഞതിന് ശേഷം രണ്ടാമത് അത് പിന്നെ അടിച്ച് പോളിഷ് ചെയ്ത് വാക്സ് കോട്ടിങ്ങിലാണ് തിളക്കിയെടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വാഷ് ചെയ്യുന്നതനുസരിച്ച് എത്രത്തോളം വാഷ് ചെയ്യുന്നതനുസരിച്ച് മങ്ങി യഥാർത്ഥ ഗ്ലോസ് ഒരു മങ്ങിയ രീതിയിലേക്ക് പെയിൻറ്റ് ക്ലിയർ കോട്ട് എപ്പോഴും ഉണ്ടാവും. ആ ഒരു പുതുമ മിറർ ഗ്ലേസ് ഒരിക്കലും പെയിൻറ്റിങ്ങിന് ഉണ്ടാവില്ല ആയിക്കഴിഞ്ഞാൽ. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 2 കാര്യങ്ങൾ പറഞ്ഞു. CI എഞ്ചിൻ എടുക്കുന്ന ആളുകൾ, CN വണ്ടി എടുക്കുന്ന ആളുകൾ മെയിൻ ശ്രദ്ധിക്കാറില്ല. ഒന്നുകിൽ G2 വണ്ടി കിട്ടാൻ വളരെ റയറുള്ള വണ്ടിയാണ് G2 വണ്ടി, ക്രാങ്ക് വെയിറ്റിലെ വണ്ടികൾ. അല്ലെങ്കിൽ ക്രാങ്ക് വെയിറ്റിലെ വണ്ടിയാണ് ലോ ആൻഡ് ടോർക്കാണെങ്കിൽ വേണ്ടെങ്കിൽ ലോ സ്പീഡിൽ പോകാനാണ് പഴയ വണ്ടികൾ എടുക്കുന്നതെങ്കിൽ, ഒരു പഴയ വണ്ടി എടുക്കുന്നതിലുപരിയായിട്ട് ഒരു ലോ സ്പീഡിൽ പോകാനാണ് വണ്ടികൾ എടുക്കുന്നതെങ്കിൽ ക്രാങ്ക് വെയിറ്റിലെ വണ്ടി മാത്രം നോക്കിയെടുക്കുക. ടോപ്പ് ഗിയറിൽ വണ്ടി ഓടിക്കുമ്പോൾ സമയത്ത് 30-35 സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ക്രാങ്ക് വെയിറ്റ് ഉണ്ടാവുള്ളൂ. 30-35 കിലോമീറ്റർ സ്പീഡിൽ ആ ഒരു വണ്ടി ക്രാങ്ക് വെയിറ്റിൽ വണ്ടിയാണ് നോക്കുക. എല്ലാ വണ്ടികളും ഇപ്പോൾ G2 വണ്ടി എന്ന് പറയേണ്ട, 2005-2009 വണ്ടിയൊന്നും പറയേണ്ട. കാരണം മിക്കവാറും നല്ല പ്രോപ്പറായിട്ട് ക്രാങ്ക് വെയിറ്റ് കൂട്ടി നല്ല അലൈൻമെൻറ്റ് കറക്റ്റാക്കി ചെയ്ത് വണ്ടികളുണ്ടാവും. നല്ല ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടികളിൽ ആ വണ്ടികൾ മാത്രം നോക്കിയെടുക്കുക. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ലോ ആൻഡ് ടോർക്ക് പിന്നെ ഇല്ലാതാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ക്ലച്ചിൻ്റെ കാര്യങ്ങൾ, സൈലൻസറിൻ്റെ കാര്യങ്ങൾ, ട്യൂണിങ്ങിൻ്റെ കാര്യങ്ങൾ, ഡെൽക്കോ പോയിൻറ്റിൻ്റെ ആ ഒരു ഗ്യാപ്പിൻ്റെ കാര്യങ്ങളിൽ വരെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ പ്രോപ്പർ വർക്ക് എടുത്ത് തീർക്കാവുന്ന കേസുകളുള്ളൂ. വണ്ടി എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. ലോ ആൻഡ് ടോർക്ക് ആസ്വദിക്കാനാണ് പഴയ വണ്ടി ഉപയോഗിക്കുന്ന ക്രാങ്ക് വെയിറ്റിലെ വണ്ടി മാത്രം നോക്കിയെടുക്കുക. അതല്ല ഹൈ സ്പീഡാണെങ്കിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് സ്പീഡിൽ പെർഫോമൻസ് പഴയ വണ്ടി മാത്രം മതി. അല്ല അതിന് ലോ ആൻഡ് ടോർക്കൊന്നും ആസ്വദിക്കുക എന്നുള്ള പ്രധാനമല്ല എങ്കിൽ കുറച്ചും കൂടി ഓവർടേക്കിംഗ് മികവ് കുറച്ച് കൂടിയിട്ടുള്ള ക്രാങ്ക് വെയിറ്റ് കുറഞ്ഞ വണ്ടികൾ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ വണ്ടിക്ക് നമ്മൾ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ വണ്ടിക്ക് ഒരു 60-65 രൂപീസുള്ള ചിലവ് വന്നിട്ടുണ്ട് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ കളർ ഇതിൻ്റെ ബാഡ്ജൊന്നും വെച്ചിട്ടില്ല, അത് വെക്കാനുണ്ട്, മോണോഗ്രാം വെക്കാനുണ്ട്. അത് വെച്ചതിന് ശേഷം അടുത്ത വീഡിയോ ഞാൻ നാളെ മറ്റന്നാൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് തുടക്കത്തിൽ നമ്മളടുത്ത് വണ്ടി വന്ന റണ്ണിങ് കണ്ടീഷൻ അല്ലായിരുന്നു വണ്ടി വന്നത്, അപ്പോൾ ഗുഡ്സിൽ കയറ്റി കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളത് കംപ്ലീറ്റ് തുടക്കത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ള ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാനുള്ള റെസ്റ്റോറേഷൻ ചെയ്യുന്ന വണ്ടികളും നിങ്ങൾ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടികൾ ഏത് എടുക്കണം എന്നുള്ളൂ. അതേമാതിരി വണ്ടി എടുത്ത സമയത്ത് എൻജിൻ പാർക്ക് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം
കെയർ ചെയ്ത് പാർക്ക് ചെയ്യാന്നുള്ള എൻജിൻ വർക്ക് എടുക്കുന്ന സമയത്ത് ഏത് രീതിക്ക് വർക്ക് എടുക്കുക എന്നുള്ള ഏകദേശം ചെറിയൊരു ഐഡിയ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ ഫിനിഷ് ആയതിനു ശേഷം നാളെ അല്ല മറ്റന്നാൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാം. അടുത്ത വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.